കർണാടകയിലെ ഗദക് ജില്ലയിൽ വീടിന് തറയെടുക്കുന്നതിന്റെ അപ്രതീക്ഷിതമായ നീതി കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇതിനു പിന്നാലെ ചരിത്ര പ്രസിദ്ധമായ ലഖുണ്ടി മേഖലയിൽ വ്യാപകമായ ശാസ്ത്രീയ ഖനനവും പരിശോധനയും ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ. ശില്പകലാ പൈതൃകത്തിന് ലോക പ്രശസ്തമായ ഈ മണ്ണിൽ ഇനിയും ഒട്ടേറെ നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ. ലഖുണ്ടിയിലെ കോട്ടെ വീരഭദ്രേശ്വര ക്ഷേത്ര പരിസരത്താണ് ഇപ്പോൾ സമഗ്രമായ ഖനനം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ടൂറിസം വകുപ്പ്, പുരാവസ്തു മ്യൂസിയം, പൈതൃക വകുപ്പ്, ലഖുണ്ടി ഹെറിറ്റേജ് ഡെവലപ്മെന്റ് അതോറിറ്റി, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഖനനം പുരോഗമിക്കുന്നത്. JCBകൾ, ലോറികൾ, ട്രാക്ടറുകൾ എന്നിവ സ്ഥലത്തെത്തിച്ച് മണ്ണ് നീക്കം ചെയ്തു വരുന്നു. 10 മീറ്റർ നീളവും വീതിയുമുള്ള പ്രത്യേക പ്രദേശം ഖനനത്തിനായി അധികൃതർ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാലും ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തും ഈ മേഖലയെ ഇപ്പോൾ ഔദ്യോഗികമായി ഖനന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് അനധികൃതമായി ആരും പ്രവേശിക്കാതിരിക്കാൻ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടകയുടെ ചരിത്രത്തിൽ സുവർണ അധ്യായങ്ങൾ എഴുതി ചേർത്ത ചാലുക്യർ, രാഷ്ട്രകൂടർ, ഹോയ്സോളർ, കൽച്ചൂരി വംശങ്ങൾ എന്നിവരുടെ പ്രധാന കേന്ദ്രമായിരുന്നു ലഖുണ്ടി. പിൽക്കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട്. ഈ രാജവംശങ്ങളുടെ കാലത്തെ വലിയൊരു സമ്പത്ത് ഇവിടെ ഭൂമിക്കടിയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗംഗവ്വ ബസവരാജ് റിട്ടി എന്ന സ്ത്രീയുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് നിധിശേഖരം ആദ്യമായി പുറത്തു വന്നത്. അടിത്തറയ്ക്കായി കുഴിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ എന്തോ ലോഹവസ്തു തട്ടുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജ്വൽ റിട്ടിയാണ് ഈ ചെമ്പ് പാത്രം പുറത്തെടുത്തത്. കൗതുകത്തോടെ പാത്രം തുറന്നു നോക്കിയ കുട്ടിക്ക് മുന്നിൽ തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരമാണ് പ്രത്യക്ഷപ്പെട്ടത്. നിധി കണ്ടെത്തിയ വിവരം കുട്ടി ഉടൻ തന്നെ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ചു. ഗ്രാമത്തിലെ മുതിർന്നവരും പഞ്ചായത്ത് അംഗങ്ങളും സ്ഥലത്തെത്തുകയും നിയമപരമായ നടപടികൾക്കായി പോലീസിനെയും പുരാവസ്തു വകുപ്പിനെയും വിവരം അറിയിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെയാണ് ലഖുണ്ടിയിലെ ഭൂഗർഭ നിധികളെക്കുറിച്ച് സർക്കാരിന് കൂടുതൽ വ്യക്തത ലഭിച്ചത്. പുരാതന കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണ നാണയ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ലഖുണ്ടി എന്ന പുരാവസ്തു രേഖകൾ വ്യക്തമാക്കുന്നു. ലഖുണ്ടി ഖദ്യാന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വർണ്ണ നാണയങ്ങൾ നാണയ നിർമ്മാണ കേന്ദ്രം എന്ന നിലയിൽ വലിയ തോതിലുള്ള സ്വർണ്ണശേഖരം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് പുരാവസ്തു വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്വർണം മാത്രമല്ല, വെള്ളി, വജ്രങ്ങൾ, മുത്തുകൾ, മാണിക്യങ്ങൾ, കൊറൽ, വെരിക്കണ്ണ്, കല്ലുകൾ എന്നിവയും ഇവിടെ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായി ലഖുണ്ടി സമൃദ്ധമായൊരു വ്യാപാര സാംസ്കാരിക കേന്ദ്രമായിരുന്നു. വലിയ തോതിലുള്ള ഭൗതിക സമ്പത്ത് ഇപ്പോഴും ഭൂഗർഭത്തിൽ ഒളിഞ്ഞിരിക്കാനുള്ള ശക്തമായ തെളിവുകളുമുണ്ട് എന്ന് ഖനനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലഖുണ്ടിയിലെ മണ്ണ് വെറുമൊരു മണ്ണല്ലെന്നും അതിൽ ഓരോ അണുവിലും ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. 2024 നവംബറിൽ നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ആയിരക്കണക്കിന് പുരാതന വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. അടുത്തിടെ നടന്ന നിധി കണ്ടെത്തൽ ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ മൂല്യം വർദ്ധിപ്പിച്ചു. നിലവിൽ ഖനനം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നീക്കക്കല്ലുകൾ, മുത്തുകൾ, രത്നങ്ങൾ, വജ്രങ്ങൾ എന്നിവ ഇപ്പോഴും ലഭിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. മധ്യകാല കർണാടകയുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ശിലാഖിതങ്ങളും സ്മാരകങ്ങളും കണ്ടെത്താൻ ഈ ഖനനം സഹായിക്കും. വെറും ആഭരണങ്ങൾ മാത്രമല്ല, അക്കാലത്തെ ജനജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നു. 11ാം നൂറ്റാണ്ടിലെ കല്യാണ ചാലുക്യ ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് ലഖുണ്ടി. ഖനനം നടക്കുന്ന വീരഭദ്രേശ്വര ക്ഷേത്ര പരിസരം ഇത്തരം ശില്പകലകളുടെ പ്രധാന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഖനനവേളയിൽ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. പഴയകാലത്ത് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ രാജാക്കന്മാരും വ്യാപാരികളും തങ്ങളുടെ വിലപിടിപ്പുള്ള സമ്പാദ്യം ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്നത് പതിവായിരുന്നു. ഇത്തരത്തിൽ സുരക്ഷിതമായി വെച്ച നിധികളാകാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗദക് ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവ് നൽകാൻ ഈ കണ്ടെത്തലുകൾക്ക് സാധിക്കും. ഹംപിയിലെ പോലെ വലിയൊരു ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രമായി ലഖുണ്ടിയെ മാറ്റാനുള്ള പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഖനന പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നുണ്ട്. ഓരോ ദിവസം ലഭിക്കുന്ന വസ്തുക്കളും കൃത്യമായി രേഖപ്പെടുത്താനും അവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനും മ്യൂസിയം അധികൃതർ ശ്രദ്ധിക്കുന്നു. ലഖുണ്ടിയിലെ ജനങ്ങൾക്കിടയിലും വലിയ ആവശ്യമാണ് ഈ ഖനനം ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഗ്രാമം പഴയകാലത്തെ ഒരു സുവർണ്ണ നഗരമായിരുന്നു എന്ന തിരിച്ചറിവ് നാട്ടുകാർക്ക് അഭിമാനം നൽകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ നിധിശേഖരങ്ങളോ ചരിത്ര സ്മാരകങ്ങളോ ഇവിടെ നിന്ന് ലഭിച്ചേക്കാം. കർണാടകയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ലഖുണ്ടി എന്ന പേര് കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയരുകയാണ് ഈ ഖനനത്തിലൂടെ.